വർക്കലയാണ്. വർക്കലയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇടയ്ക്കുള്ള സ്പോട്ടിലൊക്കെ ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 5 തെങ്ങ് ഫോർട്ട് അങ്ങനത്തെ കുറേ പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിന്ന് ഒരുമിച്ച് പോവാം വർക്കല. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ 5 തെങ്ങിലുള്ള ഒരു ഫോർട്ടിലാണ് ഉള്ളത്. സോ ഗൈസ് 5 തെങ്ങ് ഫോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എബൌട്ട് 12 കിലോമീറ്റർ ഫ്രം വർക്കലയാണ്. എൻ റൂട്ട് കടയ്ക്കാവൂർ ആ റൂട്ടാണ് നമ്മുടെ ഈ 5 തെങ്ങ് ഫോർട്ട് വരുന്നത്. ഇതൊരു ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ളൊരു കോസ്റ്റൽ ടൗൺ ആണ്. ഇത് നമ്മുടെ ഓൾഡ് കൊളോണിയൽ സെറ്റിൽമെൻ്റ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ട്രേഡ് സെറ്റിൽമെൻറ്റ് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അതായത് അവരുടെ പെപ്പർ, കോട്ടൺ, ക്ലോത്തൊക്കെ ട്രേഡ് നടത്താൻ ബ്രിട്ടീഷിനെ ഹെൽപ്പ് ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നത്. ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേസാണ് ഈ 5 തെങ്ങ് ഫോർട്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പം ബീച്ച് വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് 1965 ആ ഒരു ഇയറൊക്കെ ആയപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിൽറ്റ് ചെയ്തതാണ്. നമ്മുടെ തലശ്ശേരി ഫോർട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർട്ടാണ് ഈ 5 തെങ്ങ് ഫോർട്ട്. ഇതാണ് നമ്മുടെ 5 തെങ്ങ് ഫോർട്ട് എന്നുള്ള വ്യൂ. ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും, ബാക്കിൽ ബീച്ച് വ്യൂ. അങ്ങനെ നമുക്ക് വൈകിട്ടൊക്കെ വന്നൊന്ന് ചില്ലായിരിക്കാൻ പറ്റിയൊരു കിടില സ്പോട്ടാണിത്. സോ ഗൈസ് നമ്മളിപ്പോൾ വർക്കല ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ വർക്കല എത്തി. വർക്കലയ്ക്ക് പോകുന്ന റൂട്ടിൽ കൂടെ നമ്മൾ പോവുകയാണ്. ഇതൊരു ഇടവഴിയാണ്. അവിടെ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ബീച്ചിലെത്താൻ പറ്റിയ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. സോ ഇവിടെ നിറച്ചും ഫുള്ള് റിസോർട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബീച്ച് കാണാൻ പറ്റും. ചെറിയൊരു റൂട്ടാണ് ഇത്, പ്രത്യേകിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഈ ഷോർട്ട് കട്ട് വഴി നമ്മൾ പോകുമ്പോൾ നമുക്ക് വേഗം എത്താൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം, ഈ ഷോർട്ട് കട്ട് വഴി ഇറങ്ങുന്ന ബീച്ചിൻ്റെ വ്യൂ. ഗൈസ് ഇതാണ് ആ ഊട് വഴി. ആർക്കും അറിഞ്ഞൂടാ, ആരും ഇല്ല ഇവിടെ. കണ്ടോ, ബാക്ക് സൈഡ് വഴി നമ്മളെത്തി, ബീച്ചിൻ്റെ അവിടെ എത്തി. സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ മെയിൻ വഴി വന്ന് നമുക്ക് കുറേ ചുറ്റണമെങ്കിൽ നമ്മൾ വേഗം എത്തി, ബീച്ച് എത്തിയിട്ടുണ്ട് നമ്മൾ. സോ ഹായ്, അടിപൊളി ക്ലൈമറ്റാണ്. നമ്മുടെ 1 ജാനുവരി 2023 ആദ്യത്തെ ട്രിപ്പാണ് ടു വർക്കല. സോ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. ഗൈസ് അപ്പോൾ ഇവിടെ ഒരു പുതിയ റിസോർട്ട് വരുന്നുണ്ട്, എ ഫ്രെയിമിലുള്ള. ബീച്ച് വ്യൂ അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു റിസോർട്ട് തന്നെയാണിതും. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ആണെന്ന്. വർക്കലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കുറേ കഫേസ് ഉണ്ട്. ചെറിയൊരു മിനി ഗോവ വൈബാണ് ഇവിടെ. ഇവിടെ നമുക്ക് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. സോ നമ്മളിന്ന് ബീച്ച് ഡേ ആണ്, ബീച്ച് ഡേ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് പോകാൻ പറ്റിയ കുറേ കഫേസും റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റേ ഇല്ല ഇന്ന് ഇവിടെ. ചുമ്മാ ബീച്ചിലൊക്കെ പോയി ചില്ല് ചെയ്യാൻ പറ്റിയ, വൈകിട്ടൊക്കെ പോയിരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്. സോ ഗൈസ് വർക്കല ബീച്ച് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് 41.1 കിലോമീറ്ററാണ്. അതായത് ഒരു 1 hour 13 minutes ട്രാവലുണ്ട്. നമ്മുടെ പാപനാശം ബീച്ചെന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ മിനി ഗോവയാണ്. നമ്മൾ ഗോവ ഇൻ കേരളയാണ് വർക്കല ബീച്ച്. ഗൈസ് നമ്മുടെ കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചസ് കൂടിയാണ് നമ്മുടെ വർക്കല ബീച്ച്. സോ ഗൈസ് ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് ഒരു 7 ആയിട്ടുണ്ടാവും. ഇപ്പോൾ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കഫേ തപ്പി പോവുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞതിൻ്റെ തിരക്കും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. ഒരു ന്യൂ ഇയർ വൈബും ഇപ്പോൾ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു കഫേ പോയി ഫുഡൊക്കെ കഴിക്കാം ഗൈസ്.
വേറൊരു കഫേ കണ്ടുപിടിച്ചു. ഇത് നമ്മുടെ സൺറൈസ് കഫേയാണ്. നല്ല ആംബിയൻസും കാര്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബീച്ച് വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു കഫേയാണത്. റൈസ് കഫേയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ബീച്ച് വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു കഫേയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബീച്ച് വ്യൂ നന്നായിട്ട് പകലാണെങ്കിൽ രാത്രി നമുക്ക് വ്യൂ ഒന്നുമില്ല. അതൊക്കെ കൊള്ളാം. നല്ല ആംബിയൻസൊക്കെ ആയിട്ട് നല്ലൊരു കഫേയാണിത്. അപ്പോൾ നമ്മൾ 2023 ഫസ്റ്റ് എപ്പിസോഡാണിത്. സോ വർക്കല നമുക്ക് വരാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ വർക്കലയുടെയും 2023 ബിഗിനിങ്ങിൻ്റെ വിശേഷങ്ങൾ. സോ അതോടെ നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ.